അഡ്വക്കേറ്റ് ഷാരി വിശ്വനാഥ്, ഇപ്പോൾ കോടതിയിലും നടക്കുന്നത് ഇത് തന്നെയാണ്. ഒരേ കേസും ഒരേ ജഡ്ജ്മെന്റും ഒരേ തരത്തിലുള്ള റെഫറൻസും ഒക്കെയാണ് എങ്കിലും നിങ്ങൾ അഭിഭാഷകർ ഇങ്ങനെ ചേരിതിരിഞ്ഞ് അത് അനുകൂലമാകുന്നത് പ്രതികൾക്കാണ്, അനുകൂലമാകുന്നത് വാദികൾക്കാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് പോവുക. നിയമം എന്ന് പറയുന്നത് ആർക്കൊപ്പമാണ് നിൽക്കുക? നിയമം നീതിക്കൊപ്പമാണ് നിൽക്കേണ്ടത്. അതാണ് ആത്യന്തികമായി വേണ്ട കാര്യം. അത് തീർച്ചയായിട്ടും സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ വിധിയും നമ്മൾക്ക് ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിയമം നിലനിൽക്കേണ്ടത് നീതിക്ക് വേണ്ടിയിട്ടാണ്. ഈ നീതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമാണ്. നേരത്തെ മാളവിക പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് ഞങ്ങളെ കാത്തുകൊള്ളും, ഞങ്ങൾ ആർക്കും വേണ്ടി ആയുധം എടുക്കേണ്ടതില്ല എന്ന ഒരു ഉറപ്പുവരുത്തലാണ് നമുക്ക് കോടതികൾ വഴി കിട്ടേണ്ടത്, അല്ലെങ്കിൽ ജുഡീഷ്യറി വഴി കിട്ടേണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പല എവിഡൻസസും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന വകുപ്പിൽപ്പെട്ട് പൈസ ഉള്ളവർ അങ്ങനെയുള്ളവരൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് സൈഡിൽ നിൽക്കുന്ന ആരാണോ ബലഹീനരായിരിക്കുന്നവർ അവർ പരാജയപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് നൽകപ്പെട്ടിട്ടും നമ്മൾ ഈ കാര്യത്തിൽ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ മുഴുവൻ സമൂഹവും പുറത്തിറങ്ങി നിന്ന് പ്രതിഷേധിക്കുകയും സോഷ്യൽ മീഡിയ വഴി പ്രതിഷേധിക്കുകയും ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സമർപ്പിക്കുന്ന തെളിവുകളുടെ അഭാവമാണ് കോടതികൾ പലപ്പോഴും ഈ തരത്തിൽ ബിഹേവ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം അതിൽ നേരത്തെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വക്കീലും കുറച്ച് കാശുമുണ്ടെങ്കിൽ എന്തുമാകാം എന്നൊരു മെസ്സേജ് നമ്മളുടെ ജുഡീഷ്യറിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ മോട്ടീവിനെ കുറിച്ചും എങ്ങനെയാണ് ഒരു സിനിമ സെറ്റിൽ വണ്ടി ഓടിച്ച് നടന്നിരുന്ന ഒരു ഡ്രൈവർ കൂട്ടാളികളെയും കൂട്ടി ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു രാത്രിയിൽ ഈ കുട്ടിയെ അറ്റാക്ക് ചെയ്യുന്നു. അതിൻ്റെ പിന്നിലുള്ള മോട്ടീവ് എന്താണെന്ന് നമ്മുടെ പ്രോസിക്യൂഷന് അതിൽ തെളിയിക്കാൻ പറ്റുന്നില്ല. അതിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന പ്രതി ദിലീപിൻ്റെ മൊബൈലോ അല്ലെങ്കിൽ മറ്റ് ഏത് പ്രതിയെയും കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യം അവരുടെ മൊബൈലും കൂടെ എടുക്കും. നമുക്കറിയാം, വഴി കൂടെ പോകുന്ന ഒരാളെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ എന്തിനു പറയുന്നു, ബൈക്കിൽ 3 ആൾ വെച്ച് പോകുന്ന കുട്ടികളുടെ പോലും മൊബൈൽ പിടിച്ചു വാങ്ങിക്കാൻ വലിയ മടിയൊന്നുമില്ല. പക്ഷെ സെലിബ്രിറ്റീസ് ആവുമ്പോൾ ഇതിൽ നമുക്ക് ബലഹീനത, അവരിൽ നിന്ന് തെളിവുകൾ എടുക്കുന്നില്ല, മൊബൈൽ കിട്ടാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ പോകുന്നു. അപ്പോൾ അവരുടെ വീടിൻ്റെ റെയ്ഡ് നടക്കുമ്പോൾ വീട്ടിൽ കടക്കാൻ ഗേറ്റ് തുറന്ന് കിട്ടുന്നില്ല. ഇത്തരത്തിലുള്ള തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടിട്ട് കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ പ്രോസിക്യൂഷൻ്റെ കയ്യിൽ അതിനെതിരെ കൊണ്ടുവരേണ്ട സംഗതികളൊന്നും ഇല്ലാതെ പോകുന്നതാണ്. അപ്പോൾ മുഴുവനായും കോടതിയെ പറയാൻ പറ്റില്ല. അതേസമയം എപ്പോഴും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നതിൽ തന്നെയാണ് നീതിക്ക് വേണ്ടി നിലനിൽക്കേണ്ടുന്ന നിയമം. അത് തീർച്ചയായിട്ടും സമൂഹത്തിന് വേണ്ടി തന്നെയാണ്. സമൂഹത്തിനും സ്റ്റേറ്റ് കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം, സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷ, സ്റ്റേറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന ആ സെക്യൂരിറ്റി ഒക്കെയാണ് ഇപ്പോൾ ഈ ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ആ വിധി പകർപ്പിന് വേണ്ടി തന്നെയാണ്.